നമ്മൾ കുറച്ചാൾ മുമ്പ് കൊച്ചിയിലെ ഒരു മറൈൻ ഡ്രൈവിൽ കൂടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് കാനഡയിലേക്കുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ കാനഡയിലേക്ക് ഒരു PR കൊടുക്കാം, അല്ലെങ്കിൽ കാനഡയിലെ പഠനം, അത് കഴിഞ്ഞൊരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് ഈ 2025 നമ്മൾ ആ സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് ജർമ്മനിയിലേക്കുള്ളൊരു അവസരം, ജർമ്മനിയിൽ ഇനി പഠനവും ജോലിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ബോർഡുകളായിരിക്കും. പല ഏജൻസികളുമാണ് ഇങ്ങനത്തെ ബോർഡുകളൊക്കെ വെച്ചേക്കുന്നത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയധികം അവസരങ്ങളുണ്ടോ? അല്ലെങ്കിൽ ജർമ്മനി എന്ന രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അത് PR കിട്ടി അവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനി ഇത്രയും നാളും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ പാർട്ടി ആയിട്ടുണ്ടായിരുന്നു, ഒലാഫിൻ്റെ പാർട്ടിയായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് ഇലക്ഷൻ വരികയും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ് പാർട്ടിയാണ് അവിടെ ജർമ്മനിയിൽ അധികാരത്തിലേറിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും, എന്താണ് ജർമ്മനിയുടെ രാഷ്ട്രീയം അറിഞ്ഞിട്ട് ഒരു മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്? അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾ ആലോചിക്കണം. പോസിറ്റീവ് സൈഡിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് മിക്കവാറും നിങ്ങളുടെ ഏജൻസികളൊക്കെ പറയുന്നുണ്ടാവും. അതായത് അവിടെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, അങ്ങനത്തെ പല കാര്യങ്ങളും കിട്ടും എന്നൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശം ആലോചിച്ചതിന് ശേഷം, ആ മറുവശമോട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു രാജ്യത്തേക്ക് പോകാൻ പാടുള്ളൂ. ഉദാഹരണം എന്ന് പറയുന്നത് ഈ 2015 കാനഡയിൽ ഒരു ലിബറൽ പാർട്ടി അധികാരത്തിൽ വന്നത്. ലിബറൽ ആശയങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആശയങ്ങളായിരിക്കും. അതായത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പല രീതിയിലുള്ള ആശയങ്ങളായിരിക്കും എപ്പോഴും ലിബറലിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു ആശയം ഉണ്ടായ സമയത്താണ് എന്നെപ്പോലുള്ള പല ആൾക്കാരും എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമൊക്കെ എടുത്തിട്ട് ഈ കാനഡ പോലത്തെ രാജ്യത്ത് എത്തുകയും അതിനുശേഷം പല രീതിയിലുള്ള സെറ്റിൽമെൻറ്റൊക്കെ നടക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലേക്ക് ആൾക്കാർ വന്നതുപോലും ആ ലിബറൽ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. അന്ന് ആ സ്റ്റുഡൻറ്റ് വിസ വന്നിട്ടുള്ള പല ആൾക്കാർക്കും കാനഡയിൽ PR ഒക്കെ കിട്ടുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പിന്നീട് ആ പാർട്ടിയുടെ വിലയിടുകയും പിന്നെ ഒരു കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാനഡയിൽ ഈ PR കിട്ടാനുള്ള പ്രതിസന്ധിയും അല്ലെങ്കിൽ ഇവിടെയുള്ള പല ആൾക്കാരെയും തിരിച്ച് നാട്ടിലേക്ക് മടക്കി വിടുകയൊക്കെ ചെയ്യുന്നത്. അതേപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പം ജർമ്മനിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഉള്ള പാർട്ടികളും അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറിച്ച് കുറച്ചൊരു അറിവ് സമ്പാദിച്ചതിന് ശേഷം മാത്രമേ ആ രാജ്യത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളത്. ജർമ്മനി ഇത്രയും നാളും ഭരിച്ചുകൊണ്ടിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലിബറൽ ഗവൺമെൻറ്റായിരുന്നു. അതായത് ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ചിന്തയുള്ളൊരു പാർട്ടിയായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് ഇലക്ഷൻ വന്നപ്പോൾ CDU അഥവാ CSU എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലേറാൻ പോകുന്നത്. അവരുടെ ചിന്തകളെന്ന് പറഞ്ഞൊരു കൺസർവേറ്റീവ് ചിന്തകളാണ്. അവരുടെ മെയിൻ മോട്ടോ, അതായത് ഇലക്ഷന് മുമ്പ് തന്നെ ജനങ്ങളുടെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ആദ്യം തന്നെ യൂറോപ്പിനെ ഗ്രേറ്റ് ആക്കുക എന്നുള്ളതാണ്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ ജർമ്മനിയും യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള ജർമ്മനിയിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റുക എന്നുള്ളതാണ് അവരുടെ മെയിൻ കാര്യമെന്ന് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് അസൈലം സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ആ രാജ്യത്തുനിന്ന് തിരിച്ച് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് വിടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആ രാജ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന പല രീതിയിലുള്ള മൈഗ്രൻസിനെ, സിറ്റിസൺഷിപ്പൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ പോലും അതെല്ലാം റിവോക്ക് ചെയ്തുകൊണ്ട് അവരുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അവരെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി വിടാനുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലേക്ക് പുതിയൊരു മൈഗ്രൻ്റായിട്ട് നമ്മൾ ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഒരു PR കിട്ടാനോ അല്ലെങ്കിൽ നമുക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള സാധ്യത എത്രയാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അധികാരത്തിൽ കയറിയിട്ടുള്ള CDU CSU എന്ന് പറഞ്ഞൊരു പാർട്ടി അവരൊരു ഭൂരിപക്ഷം ഇല്ലാത്തൊരു പാർട്ടിയാണ്. അതായത് 630 സീറ്റുള്ള ജർമ്മനിയിൽ 316 സീറ്റെങ്കിലും വേണം ഒരു കേവല ഭൂരിപക്ഷം കിട്ടാൻ. പക്ഷേ ഈ CDU CSU എന്ന് പറഞ്ഞ സഖ്യത്തിന് ആകെ 208 സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവർ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അധികാരത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ നേതാവായിട്ടുള്ള ഫെഡറിക് മേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്മാനും ലോയറുമായിട്ടുള്ള ഒരാളായിരിക്കും ജർമ്മനിയിലെ പുതിയതായിട്ടൊരു ചാൻസലർ ആവാൻ പോകുന്നത്.
എന്നാൽ ഇതിൻ്റെ ഒപ്പോസിഷനായിട്ട് നിൽക്കുന്നത് 2013 മാത്രം രൂപീകരിച്ച പുതിയൊരു പാർട്ടിയായിട്ടുള്ള AFD എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഫാർ റൈറ്റ് ആയിട്ടുള്ള ചിന്തകളാണ്, അതായത് തീവ്രമായിട്ടുള്ളൊരു കൺസർവേറ്റീവ് ചിന്തകളുള്ളവരാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒപ്പോസിഷനിൽ നിൽക്കുന്നത്. ഇനി ഒരുപക്ഷെ നാളെ എന്തെങ്കിലും കാരണം കൊണ്ട് കൂടെയുള്ള കക്ഷികളുടെയൊക്കെ ഒരു പിൻബലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, CDU CSU സഖ്യം തകർന്നു കഴിഞ്ഞാൽ ഒപ്പോസിഷനിലിരിക്കുന്ന AFD ആയിരിക്കും ഇനി അധികാരത്തിൽ വരുന്നത്. അവരുടെ ചിന്തകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാർ റൈറ്റ് ആയിട്ടുള്ള ചിന്തകളാണ്, അതായത് കൂടുതൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ. അവരുടെ ചിന്തയും ഇത് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അസൈലം സീക്കേഴ്സിനായിട്ടുള്ളവരെയെല്ലാം ജർമ്മനിയിൽ നിന്ന് ഓടിക്കുകയും പ്രശ്നക്കാരായിട്ടുള്ള ജർമ്മനിയിലുള്ള സിറ്റിസൺസിനെ അതെല്ലാം റിവോക്ക് ചെയ്തിട്ട് അവരെയും തിരിച്ചു വിടുകയും, ഇത് കൂടാതെ തന്നെ ജർമ്മനിയിലെ ബോർഡേഴ്സ് മുഴുവൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരികയും ഒക്കെയാണ് അവരുടെ ചിന്തകൾ. ഇത് കൂടാതെ തന്നെ ഇനി പുതിയതായിട്ട് ആരെങ്കിലും മൈഗ്രൻസ് ആയിട്ട് ജർമ്മനിയിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ വിസയിലെല്ലാം കൂടുതലായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ആ രാജ്യത്തേക്ക് കയറ്റാവൂ എന്നുള്ളതൊക്കെയാണ് അവരുടെയും ചിന്തകൾ. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളൊരു 4-5 വർഷക്കാലം എന്ന് പറയുന്നത് ജർമ്മനിയിൽ നമ്മളൊരു പഠിത്തത്തിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ പഠിത്തം കഴിഞ്ഞ് നമ്മൾ വേറൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്കോ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജർമ്മനിയിൽ ഇപ്പോൾ ഒരു പഠിത്തത്തിന് പോകുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ നമ്മളൊരു കാനഡയിൽ പോകുന്നത് പോലെ ഒരു സിറ്റിസൺഷിപ്പിനോ അല്ലെങ്കിൽ PR എടുക്കാനോ ആണ് നിങ്ങൾ ജർമ്മനിയെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി ഒരു 4-5 വർഷത്തേക്ക് പ്രത്യേകിച്ച് കൺസർവേറ്റീവ് ചിന്തയുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന കാലത്ത് അവിടെ ഒരു PR കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. മാത്രമല്ല ഇപ്പോഴുള്ള പല വെസ്റ്റേൺ കൺട്രീസും ട്രംപിൻ്റെ അധികാരം വന്നതുപോലെ തന്നെ പല രീതിയിലുള്ള കൺസർവേറ്റീവ് ചിന്തയുള്ള പാർട്ടികളാണ് പല രാജ്യത്തും ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു ട്രംപിനെയാണ് അവരുടെ സ്വന്തം നേതാവായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നതും ട്രംപ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അനുകരിക്കാനാണ് ഇങ്ങനത്തെയുള്ള പല യൂറോപ്യൻ കൺട്രീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജർമ്മനിയിലുള്ള പല ആൾക്കാർക്കും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന മൈഗ്രൻസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വളരെയധികം റേസിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഹിറ്റ്ലർ ഭരിച്ച് വളരെയധികം വംശീയത ഏറ്റുവാങ്ങിയൊരു ജനതയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൂടെ ഓർക്കുക. ആ ഒരു ചിന്തകളെല്ലാം മനസ്സിൽ ഇപ്പോഴും അവരിൽ ഉള്ളത് കൊണ്ടായിരിക്കണം ഇനിയുള്ള മൈഗ്രൻസ് അവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി ആ രാജ്യം കൂടുതൽ മോശമാക്കാൻ അവിടെ ഉള്ളവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഏജൻസികൾ പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞായിരിക്കും നിങ്ങളെ ഒരു രാജ്യത്തേക്ക് അവർ കയറ്റിവിടാൻ നോക്കുന്നത്. രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് പല സാഹചര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം ഒരു രാജ്യം ചൂസ് ചെയ്യുക. അതിനകത്ത് ആ രാജ്യത്തുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് എന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ. Wir haben die Antworten. Wir haben einen Plan. Wir haben einen Zukunftsplan für Deutschland, den wir in den ersten 100 Tagen einer Regierungsbeteiligung angehen. Die Grenzen lückenlos schließen und jeden illegal und ohne Papiere Einreisenden zurückweisen. Und eine ganz klare Ansage an alle Welt: Die deutschen Grenzen sind dicht, liebe Freunde. Sie sind dicht.